അപ്പം മണ്ണാർക്കാട് പൂരം തുടങ്ങിയിട്ടോ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പൂരം പുറപ്പാട് കാണാൻ. എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ കൊല്ലവും ഞാൻ മാക്സിമം അത് കാണാറുണ്ട്. ഇതാ പൂരപ്പറമ്പ് എത്തിയിട്ടോ. പൂരപ്പറമ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. കച്ചവടക്കാരും എല്ലാം കൂടെ കൂടിയിട്ട് അടിപൊളിയാണ്. ചെന്നപ്പം തന്നെ ഓരോരോ കളികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളിയും തെയ്യം തറ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ തന്നെ നല്ല ചന്തം ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് പൂരം ആഘോഷിക്കുക തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇതാ യന്ത്ര ഊഞ്ഞാലും തോണിയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പുറപ്പാട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂരപ്പറമ്പ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കഴിക്കുന്നത് ഈ ഫുഡ് ഐറ്റംസ് ആണല്ലോ. എന്തായാലും പുറപ്പാടിന് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കടല കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. ഏത് ഫ്ലേവർ സെലക്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ വാമി. അപ്പം ഞാൻ എന്താ ഒരു വാട്ടർമെലൺ ആണെന്ന് തോന്നുന്നു, അത് വാങ്ങി കഴിച്ചു. ദാ പൂരം പുറപ്പാടിൻ്റെ സമയമായി. ആറാട്ട് എഴുന്നള്ളിപ്പാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഈ ടൈമിൽ മനസ്സ് നിറയും കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു നെഞ്ചിടിപ്പാണ് കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കുന്ന മുമ്പ് തന്നെ നെഞ്ചിങ്ങനെ പടപടായിരിക്കും കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു രോമാഞ്ചം എല്ലാം കൂടെ ഒരു അടിപൊളിയായിരുന്നു. അങ്ങനെ ആറാട്ട് എഴുന്നള്ളിപ്പാണ്. 3 ആനയായിരുന്നു കേട്ടോ ഇപ്പൊ ഇത്തവണ ഉള്ളത്. അങ്ങനെ അത് ആനയൊക്കെ ഇറങ്ങി എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പൊ തന്നെ മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പൊ